ഇന്ന് വടക്കുന്നാഥൻ്റെ മണ്ണിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ എൻ്റെ പഴയ സ്കൂൾ കണ്ടു. ഇന്ന് പ്രവേശനോത്സവമാണ്. പഴയ ഓർമ്മകൾ വീണ്ടെടുക്കാമെന്ന് കരുതി ഈ വരാന്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒരുപാട് ടെൻഷനും ആവലാതിയുമായിരുന്നു പണ്ട്. കാരണം അന്നത്തെ എൻ്റെ 10ാം ക്ലാസ് ഇവിടെയായിരുന്നേ. ക്യാമ്പസ് സെലക്ഷൻ സമയത്ത് ഇവിടെ ഞങ്ങൾ സീനിയേഴ്സ് വന്ന് ഒരുപാട് ലേബലുകൾ വിതർന്നായിരുന്നു. അതൊക്കെ പറക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഗേറ്റിലൂടെയായിരുന്നു ഞങ്ങളുടെ ക്ലാസ് കട്ടിങ്. 8-9 എൻ്റെ പഠനയാത്ര ഈ ക്ലാസ് മുറികളിലൂടെയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പ്രേതമുറി. പ്രേതമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. ഇവിടെ പണ്ട് ഒരു ലാബായിരുന്നു. അപ്പോൾ അതിൽ ഈ സ്കെൽട്ടൻ അതുപോലെ തന്നെ ഈ ലാബിൻ്റെതായ സംഭവങ്ങളൊക്കെ വെച്ചിരുന്ന ഒരു മുറിയായിരുന്നു അത്. അപ്പോൾ ഈ പണ്ട് ഈ മരത്തിൻ്റെ ജനലായിരുന്നു. അപ്പോൾ ആ ജനലിലൂടെ നമുക്ക് നോക്കുമ്പോൾ ഈ സ്കെൽട്ടനൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഇട്ട ഒരു പേരാണ്. ഇതാണ് ഞങ്ങൾ വാഷ്റൂമൊക്കെ പോകുന്ന സ്ഥലം. അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞനിയന്മാർ പഠിക്കുന്ന സ്ഥലം ഈ ഒരു പോയിന്റിലായിരുന്നു. ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടികൾ ഇവിടെയായിരുന്നു പഠിച്ചിരുന്നത്. ഈ ഏരിയയിലൂടെ ഒരുപാട് ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് കളികളൊക്കെ കളിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു ഇത്. ഇതിലത്തെ ഓരോ ഭിത്തികളിലും ഓരോ സ്ഥലങ്ങളും ഞങ്ങൾക്ക് പഴയ ഓർമ്മകളുണ്ട്. ഞങ്ങൾ ഡ്രില്ലൊക്കെ കളിച്ചിരുന്ന ഒരു ഏരിയ ആയിരുന്നു. ഡ്രില്ലൊക്കെ കളിക്കാനായിട്ട് ആ സമയത്ത് വളരെ ക്ലാസ് കട്ട് ചെയ്ത് ഡ്രില്ലിന് വരാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ കളിച്ചിരുന്ന ഏരിയ ആയിരുന്നു. രാവിലത്തെ മോർണിംഗ് സെക്ഷൻ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിലൊരു ആനന്ദം ദീപം കൊളുത്തി എന്ന ഈശ്വര പ്രാർത്ഥനയോട് കൂടി ഞങ്ങൾ രാവിലത്തെ സെക്ഷൻ ആരംഭിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ് മുറികൾക്ക് എല്ലാവരും പോകും. ഉച്ച നേരമാകുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ഇതിൻ്റെ തണലിലൊക്കെ വന്നിട്ട് ചോറൊക്കെ ഉണ്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട്. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും നോക്കുക ഒരു പ്രത്യേക സുഖം. ഇതാണ് ഞങ്ങളുടെ ഒരു കമ്പ്യൂട്ടർ ലാബ്. ഇപ്പോൾ ലൈബ്രറിയൊക്കെ എനിക്കറിയില്ല. എൻ്റെ ഒരു 5ാം ക്ലാസ് സെക്ഷനൊക്കെ ഈ ഒരു ഭാഗത്താണ്. പക്ഷേ ഇതൊക്കെ പുതിയ ബ്ലോക്കായി മാറി. ഇനി എല്ലാം മാറിയിരിക്കും ഇനി. ഇതാണ് ഞങ്ങൾ സിറ്റി സെൻറ്റർ. അന്നത്തെ ഏറ്റവും വലിയൊരു മാളായിരുന്നു സിറ്റി സെൻറ്റർ. ഇവിടെ ഞങ്ങൾ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീം 1 രൂപയ്ക്കൊക്കെ കിട്ടും. അന്ന് 50 പൈസയ്ക്ക് 1 രൂപയ്ക്കൊക്കെ ഐസ്ക്രീം കിട്ടിയിരുന്നു. അതൊക്കെ വാങ്ങിച്ച് ഇവിടെ വന്നത് ഞങ്ങൾ നിൽക്കും. ചുമ്മാ വായി നോക്കും. അങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഒക്കെ നിന്ന് നിൽക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഇപ്പോഴായാലും നമ്മൾ ഓർത്ത് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കാമെന്നുള്ള നല്ല നല്ല ഓർമ്മകൾ ഇതൊക്കെയാണ്. ഇനിയും നല്ല ഓർമ്മകളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.